ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇൻറ്റൽ പി സി ബിൽഡാണ്. 45,000 രൂപ റേഞ്ചിൽ 46,000 രൂപ റേഞ്ചിൽ വരുന്നൊരു ഇൻറ്റലിൻ്റെ പി സി ബിൽഡാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസും നല്ല സ്പീഡും എല്ലാം തരുന്ന ഒരു പി സി ബിൽഡാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്ത് എടുക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്തിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലേറ്റ് ആകാതെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഇൻറ്റൽ പി സി ബിൽഡാണ്. മാക്സിമം 46,000 രൂപയ്ക്ക് അകത്ത് വരുന്ന ഒരു ഇൻറ്റൽ പി സി ബിൽഡ്. നമ്മൾ 45,000 രൂപയാണ് പറയുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം, അത് നമുക്ക് അവസാനം പറയാം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രൊസസ്സറിലോട്ട് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പി സി ബിൽഡ് ചെയ്യുന്ന ടൈമിൽ ആദ്യമേ നോക്കേണ്ടത് പ്രൊസസ്സറും അതേപോലെ തന്നെ മദർ ബോർഡുമാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് പൈസയ്ക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ പ്രൊസസ്സറിനകത്തും മദർ ബോർഡിനകത്തും നമ്മൾ പിശുക്ക് കാണിക്കാതിരിക്കുക മാക്സിമം. പിന്നെ നമ്മളിന്ന് ചെയ്യുന്നത് ഇൻറ്റലിൻ്റെ 12th ജനറേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതും ഇൻറ്റൽ കോർ i5 12400 എന്ന് പറയുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്രോസസ്സറാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചറുകൾ നമുക്ക് പറയാം. ഒത്തിരി എടുത്ത് പറയാൻ നിൽക്കുന്നില്ല, ടൈം കുറേ പോവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാ പ്രോഡക്ട്സിൻ്റെ എല്ലാ കമ്പോണൻസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാൻ, നിങ്ങൾക്ക് കയറി വിശദമായിട്ട് സ്പെസിഫിക്കേഷൻസ് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സറിനകത്ത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇൻറ്റൽ UHD ഗ്രാഫിക്സ് 730 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻറ്റലിൻ്റെ സെയിം പ്രോസസ്സേഴ്സ് ഗ്രാഫിക്സ് ഇല്ലാതെയും വരും. കെ വരുന്ന സീരീസ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നമ്പർ പറഞ്ഞില്ലായിരുന്നോ, 12400 എന്ന് പറഞ്ഞില്ലായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ കെ വരുവാണെങ്കിൽ അതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് വരില്ല. അത് ചിലപ്പോൾ ഒരു 16,000-16,400 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഈ പ്രോസസ്സറിന് 18,550 രൂപയാണ് വന്നിരിക്കുന്നത്. MRP വരുന്നത് 19,999 രൂപ, 20,000 രൂപ MRP വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 6 കോർ 12 ത്രെഡ് CPU ആണ്. അതേപോലെ തന്നെ ബേസ് സ്പീഡ് വരുന്നത് 2.5 GHz ആണ്. മാക്സിമം സ്പീഡ് വരുന്നത് 4.4 GHz ആണ്. 18 MB ഒരു ക്യാഷേ വരുന്നുണ്ട്. അതേപോലെ തന്നെ മാക്സിമം മെമ്മറി സപ്പോർട്ട് വരുന്നത് 128 GB ആണ്. 128 GB എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം റാം അത്രയും വരെ ഇതിനകത്ത് സപ്പോർട്ട് വരുന്നുണ്ട്. അത്രയും റാം വരെ ഇതിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. 3 വർഷത്തെ വാറൻറ്റിയും വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ മദർ ബോർഡിലോട്ട് പോകുകയാണെങ്കിൽ അസൂസിൻ്റെ പ്രൈം H610ME-D4 എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചറുകളും വരുന്ന ഒരു മദർ ബോർഡാണ്. അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന മദർ ബോർഡാണ്. 12th ജനറേഷൻ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡുകൾ കുറവാണ്. അതിനകത്ത് നമ്മൾ ബഡ്ജറ്റിലുള്ളൊരു മദർ ബോർഡാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ പ്രോഡക്റ്റിനും 3 വർഷത്തെ മാനുഫാക്ചർ വാറൻറ്റി വരുന്നുണ്ട്. ലിങ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. എല്ലാ വീഡിയോയുടെയും കൂടെ എല്ലാ കമ്പോണൻസിൻ്റെയും കൂടെ ലിങ്കിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നില്ല, ടൈം പോകും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന റാമാണ്. റാമിലോട്ട് നോക്കുവാണെങ്കിൽ അഡാറ്റയുടെ XPG Spectrix D60G എന്ന് പറയുന്ന ഒരു 16 GB റാമാണ് എടുത്തിരിക്കുന്നത്. 8 GB 2 സ്റ്റിക്കാണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 3200 MHz വരുന്ന ഒരു RGB സപ്പോർട്ടോട് കൂടിയിട്ടുള്ള റാമാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള RGB ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മെമ്മറിയിലോട്ട് വരുവാണെങ്കിൽ നമ്മളിന്ന് 2 ടൈപ്പ് മെമ്മറി എടുത്തിട്ടുണ്ട്. ഒരു SSD എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഹാർഡ് ഡിസ്ക് എടുത്തിട്ടുണ്ട്. SSD വരുവാണെങ്കിൽ അഡാറ്റയുടെ XPG Spectrix S40 GRGB 256 GB M.2 NVMe SSD ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു RGB സപ്പോർട്ടോട് കൂടിയിട്ടുള്ള നല്ല ഒരു കുറച്ചധികം ഫീച്ചറുകളൊക്കെ വരുന്ന ഒരു SSD ആണ്. അതേപോലെ തന്നെ 3500 MB/s റീഡ് സ്പീഡും 3000 MB/s റൈറ്റ് സ്പീഡും വരുന്ന ഒരു SSD ആണ്. നമ്മളിതിൽ നോക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡ് തരുന്ന ഒരു SSD ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിലോട്ട് വരുവാണെങ്കിൽ സെഗേറ്റിൻ്റെ 1 TB Barracuda 7200 RPM എന്ന് പറയുന്നൊരു ഹാർഡ് ഡിസ്ക്കാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്ന ഒരു ഡെസ്ക്ടോപ്പ് ഹാർഡ് ഡിസ്ക്കാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പവർ സപ്ലൈ യൂണിറ്റിലോട്ട് വരുവാണെങ്കിൽ പവർ സപ്ലൈ യൂണിറ്റ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ഇത്രയും സാധനം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പവർ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ഈ കമ്പോണൻസിനെ ബാക്കിയുള്ള കമ്പോണൻസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് എടുത്തിരിക്കുന്ന ആൻടെക്കിൻ്റെ ആറ്റം B650 650 വാട്ട്സിൻ്റെ ഒരു 80+ ബ്രോൺസ് സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ളൊരു പവർ സപ്ലൈ യൂണിറ്റാണ്. 650 വാട്ട്സ് വേണോ എന്ന് ചോദിച്ചാൽ വേണം എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇതുവരെയുള്ള കമ്പോണൻസിൻ്റെ മൊത്തത്തിൽ ഒരു പവർ ഔട്ട്പുട്ട് വരുന്നത് 515 വാട്ട്സ് ആണ്, 515 വാട്ട്സ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഭാവിയിൽ ഒരു GPU അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, നമുക്കൊരു ഗ്രാഫിക്സ് കാർഡ് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പവർ വേണ്ടി വരും. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ യൂണിറ്റ് മാറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഇത്. ഇപ്പോൾ 4000 രൂപയാണ് അതിന് വന്നിരിക്കുന്നത്. നമ്മുടെ
റാമിൻ്റെ വിലയൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. റാമിന് വന്നിരിക്കുന്ന 6800 രൂപയാണ്. അതേപോലെ തന്നെ നമ്മുടെ SSDക്ക് വന്നിരിക്കുന്ന 3515 രൂപയാണ്. ഹാർഡ് ഡിസ്കിന് വന്നിരിക്കുന്ന 3049 രൂപ. നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റിന് 4000 രൂപയും. അപ്പോൾ ഇത്രയും മൊത്തത്തിൽ ഇത്രയും കമ്പോണൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ 43,514 രൂപയാണ്. ഇത്രയും കമ്പോണൻസിന് നമുക്ക് ടോട്ടലായിട്ട് വന്നിരിക്കുന്ന എമൗണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ അത് വിട്ടുപോയിട്ടില്ല. അത് നിങ്ങളുടെ ഓപ്ഷനായിട്ട് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. ഇതിന് ഉപയോഗിക്കേണ്ട ക്യാബിൻ ഏതാണെന്നുള്ള കാര്യം. ക്യാബിൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഏത് ക്യാബിൻ വേണമെന്നുള്ള കാര്യം. അത് സ്വന്തം ഇഷ്ടമാണ്. എന്തെന്ന് വെച്ചാൽ ചിലവർക്ക് നല്ല RGB ലൈറ്റിങ്ങോട് കൂടിയിട്ടുള്ള ക്യാബിൻ വേണമായിരിക്കും, ചിലവർക്ക് പ്ലെയിനായിട്ടുള്ള ക്യാബിൻ മതിയായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ 46,000 രൂപ വരെ മാക്സിമം പോകാമെന്ന്. നല്ലൊരു RGB ക്യാബിൻ വരുമ്പോൾ ഒരു 3000 രൂപയ്ക്ക് അടുപ്പിച്ചാവും. പിന്നെ ആമസോണിൽ കയറുന്നതിൻ്റെ ഇടയ്ക്ക് തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ക്യാബിൻ കിട്ടിയിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തിരിക്കാം. ഒരു RGB സ്ട്രിപ്പൊക്കെ വരുന്നൊരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനൊക്കെ വരുന്നൊരു ക്യാബിനാണ്. അടുത്തൊരു AMD PC ബിൽഡ്. AMD എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു PC ബിൽഡാണ്. അത് ഞാൻ ലേറ്റാക്കി വെച്ചിരിക്കുന്നത് ഒരു അടിപൊളി കിടിലം PC ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കട്ടെ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.